ഗാൽവാനിക് സെല്ല് പഠിക്കണോ എന്ന് എത്രയോ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം ചോദിക്കാനുള്ള റീസൺ എന്താണെന്നറിയോ? യൂട്യൂബ് തുറക്കുമ്പോൾ ഗാൽവാനിക് സെല്ലിന് അങ്ങോട്ടേക്ക് ആരും ക്ലാസ് അങ്ങനെ അധികം എടുക്കുന്നില്ല. എടുക്കുകയാണെങ്കിൽ തന്നെ ഇത് ചോദിക്കില്ലെന്ന് ഉറപ്പില്ല. പക്ഷേ സ്കൂളിലൊക്കെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് കഴിഞ്ഞു. ഗാൽവാനിക് സെല്ല് മാത്രമല്ല, വൈദ്യുത വിശ്ലേഷണ സെല്ല് അഥവാ ഇലക്ട്രോലൈറ്റിക് സെല്ല്, ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം, ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പല കുട്ടികളും നേരത്തെ ചെയ്ത ലൈവിൽ പോലും കമൻറ്റ് ചെയ്യാണ്, സാറേ ഗാൽവാനിക് സെല്ല് പഠിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ടീച്ചേഴ്സ് ഫുൾ ചാപ്റ്റർ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചില സ്കൂളിൽ ഗാൽവാനിക് സെല്ല് നിർബന്ധമായിട്ടും പഠിക്കണം, അത് എന്തായാലും 4 മാർക്കിന് ചോദിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഈ ചോദ്യത്തിന് MS സൊല്യൂഷൻസിൻ്റെ ഉത്തരം എന്താണ് എന്നാണ് എൻ്റെ ഒരു വ്യൂ പ്രകാരം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഗാൽവാനിക് സെൽ ഒരിക്കലും ചോദിക്കില്ല എന്നത് തന്നെയാണ്. ആ ചാപ്റ്ററിൽ ഗാൽവാനിക് സെൽ എന്ന ഒരു ഹെഡിങ് വരെ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ ഓണപ്പരീക്ഷ നടന്നത് 3 വർഷങ്ങളിലാണ്. ഒന്ന് 2019. ആ ചോദ്യപേപ്പറിൽ എവിടെയും ഗാൽവാനിക് സെല്ലിനെ പരാമർശിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല. 2022 ചോദിച്ചിട്ടില്ല, 2023 ചോദിച്ചിട്ടില്ല. ഇനി നടക്കാൻ പോകുന്ന വർഷം 2024. ഓക്കെ, അപ്പോൾ 3 വർഷങ്ങളിലും ചോദിച്ചിട്ടില്ലാത്ത ഒരു സിലബസ്, 3 വർഷവും ചോദിച്ചിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഗാൽവാനിക് സെല്ല് വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ സ്കീം ഓഫ് വർക്ക് പ്രകാരം നിങ്ങൾക്ക് ഗാൽവാനിക് സെല്ല് വരെ പഠിക്കാനുള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി വേറൊരു കാര്യം, ഗാൽവാനിക് സെല്ല് മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഒരൊറ്റ ചോദ്യം വരാൻ ചാൻസ് ഉള്ളൂ. ചോദിക്കുകയാണെങ്കിൽ വരാൻ ഒരിക്കലും ചാൻസ് ഇല്ല. ഒരൊറ്റ ചോദ്യം, എന്താണ് ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്ന്? എന്താണ് അവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം? ദാറ്റ് ഈസ് കെമിക്കൽ എനർജി കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുക എന്നുള്ളൊരു പരിപാടിയാണ് ഈ സെല്ല് നടത്തുന്നത്. ഓക്കെ, ഏത് സെല്ല്? ഗാൽവാനിക് സെല്ല്. അപ്പോൾ ഗാൽവാനിക് സെല്ലിന് MS പറയാനുള്ളത്, ഈ വർഷവും ഗാൽവാനിക് സെല്ല് തൊട്ട് ചോദ്യങ്ങൾ ചോദിക്കില്ല. ഇനി അത്തരമൊരു സിലബസ് ചേഞ്ച് ഉണ്ടെങ്കിൽ നേരത്തെ ക്ലസ്റ്റർ കമ്മിറ്റി കൂടിയപ്പോഴെങ്കിലും ടീച്ചേഴ്സ് പറയേണ്ടതായിരുന്നു. അത് പറഞ്ഞിട്ടില്ല. ഓക്കെ, ടീച്ചേഴ്സിനോട് പറയേണ്ടതായിരുന്നു, അതും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മുൻ വർഷങ്ങളിൽ എങ്ങനെയാണോ നിങ്ങളുടെ സിലബസ്, അതേപോലെ തന്നെയാണ് ഈ വർഷവും സിലബസ്. സിലബസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരാമർശിച്ചു എന്നല്ലാതെ, സ്കൂളിലെടുക്കുന്ന അധ്യാപകർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എന്നല്ലാതെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സിലബസിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അതിനർത്ഥം എന്താ? കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെയാണോ ചോദ്യപേപ്പർ എവിടം വരെയാണോ ചോദിച്ചത് അവിടം വരെ തന്നെ ഉണ്ടാവുള്ളൂ. സോ ഗാൽവാനിക് സെല്ല് നിങ്ങൾ പഠിക്കേണ്ടതില്ല. എവിടെ വരെ പഠിച്ചാൽ മതിയടാ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം കഴിയുന്നത് വരെ, ഗാൽവാനിക് സെൽ എന്ന ഹെഡിങ് വരെ മാത്രം കെമിസ്ട്രി പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ഇനി ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നേരത്തെ അറിയണമെന്നുണ്ടെങ്കിൽ MS സൊല്യൂഷൻസിൻ്റെ കമ്മ്യൂണിറ്റി ചാനലും അതോടൊപ്പം തന്നെ വാട്സപ്പ് ചാനലും നിങ്ങൾ ഒരുമിച്ച് ഫോളോ ചെയ്യുക. ഒരുപാട് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും നോട്ട്സുകളും PDF-കളും ട്രിക്സുകളും ടിപ്സുകളും എല്ലാം അവൈലബിൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ചാനലുകളിൽ. നിർബന്ധമായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കല്ലേ. സോ SSLC എക്സാം ഓണപരീക്ഷ നമുക്ക് അടിച്ചു പൊളിക്കാം. എല്ലാ വിഷയങ്ങൾക്കും വരാൻ ചാൻസ് ഉള്ള കംപ്ലീറ്റ് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് MS വരും. വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ആൻഡ് സീ. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.